ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന പൊതുഭരണ അസിസ്റ്റന്റ് സെക്രട്ടറി. 18% പലിശ നിരക്കിൽ പണം തിരികെ പിടിക്കാനും GAD സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, കഴിഞ്ഞ ദിവസം മണ്ണ് സംരക്ഷണ വകുപ്പിലെടുത്തതുപോലെ തന്നെയുള്ള സമാനമായ നടപടി തന്നെയാണിപ്പോൾ പൊതുഭരണ വകുപ്പും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പൊതുഭരണ വകുപ്പിലും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെയാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുന്നു. 18% പലിശ നിരക്കിൽ പണം തിരികെ പിടിക്കാനും GAD സെക്രട്ടറി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. മുഖ്യമന്ത്രിയായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക. എന്തായാലും കടുത്ത നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സസ്പെൻഷൻ നടപടികളിലേക്കായിരിക്കും കടക്കുക. നേരത്തെ തന്നെ സംഗീത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മണ്ണ് സംരക്ഷണ വകുപ്പിൽ അത് ആദ്യ നടപടി വന്നിരുന്നു. 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അനർഹമായി തന്നെ കൈപ്പറ്റി എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് 6 പേരെ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകണമെന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. പല വകുപ്പുകളിലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് നേരത്തെ തന്നെ വ്യക്തമായിരുന്നത്. ഇതിന്റെ ഒരു പട്ടിക സർക്കാരിന്റെ കൈവശമുണ്ട്, ധനവകുപ്പിന്റെ കൈവശമുണ്ട്. 1458 പേർ ഇത്തരത്തിൽ അനർഹമായി തന്നെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആരോഗ്യ വകുപ്പിലും 2ാം സ്ഥാനം വിദ്യാഭ്യാസ വകുപ്പിലുമാണെന്നാണ് ഈ പട്ടികയിലുള്ളത്. എന്തായാലും നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ കർശനമായി ഈ ജീവനക്കാരിൽ നിന്നും പലിശയടക്കം തുക തിരിച്ചുപിടിക്കണമെന്ന ഒരു നിർദ്ദേശവും വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. അത്തരത്തിലൊരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പൊതുഭരണ വകുപ്പിലും ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകാനാണ് സാധ്യത. സംഗീത. ശരി ചന്തു.